ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്ന ബൈനാൻസ് വെബ്3യിൽ വന്നിരിക്കുന്ന അടുത്ത എയർ ഡ്രോപ്പാണ്. ഇതിനു മുമ്പ് ചെയ്ത റെവോക്സ് എയർ ഡ്രോപ്പിൽ വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. റെവോക്സിൻ്റെ എയർ ഡ്രോപ്പിൻ്റെ അപ്ഡേറ്റ് പലരും ചോദിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി അപ്ഡേറ്റ് വീഡിയോ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് കാണാത്തവർ തീർച്ചയായിട്ടും ചാനൽ ചെക്കൗട്ട് ചെയ്യുക. കുറച്ച് കാലമായി ആ വീഡിയോ ചെയ്തിട്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കാർവിൻ്റെ എയർ ഡ്രോപ്പാണ്. കാർവിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഗെയിമിംഗ് ആൻഡ് AI നെറേറ്റീവിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡെവലപ്പർ കമ്പനിയാണ്. ഓൾറെഡി കാർവ് ഡെവലപ്പ് ചെയ്ത ഒരു ഗെയിം നമ്മൾ ഫാം ചെയ്യുന്നുണ്ട്, എയർ ഡ്രോപ്പ് ഫാമിംഗ് ചെയ്യുന്നുണ്ട്. അതാണ് ബനാന. ഓക്കെ, ബനാനയിൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ആ ബനാന സെല് ചെയ്ത് USDT വിഡ്രോൾ അടിക്കാൻ പറ്റുന്നുണ്ട്. പലർക്കും $10 ഒക്കെ ബനാനാസ് കിട്ടി അവർ വിഡ്രോ അടിച്ചു എന്ന കാര്യം കമന്റ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ബനാനയൊക്കെ വിഡ്രോൽ അടിച്ചവർ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യുക, ബാക്കിയുള്ള വ്യൂവേഴ്സിനും കൂടി അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ബനാനയുടെ ഒക്കെ ഡെവലപ്പർ ആയിട്ടുള്ള കാർവിന്റെ ഫണ്ടിങ് പറയുകയാണെങ്കിൽ $50 മില്യൺ ആണ് ഇതുവരെ അവർ ഫണ്ട് റൈസ് ചെയ്തിരിക്കുന്നത്. OKX, അനിമോക്ക ബ്രാൻഡ്സ്, അലിബാബ ഇതുപോലുള്ള ജയന്റ് ആയിട്ടുള്ള കമ്പനീസ് ആണ് ഇവർക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ മുതൽ കാർ ടോക്കൻ്റെ എയർ ഡ്രോപ്പ് ബൈനാൻസ് വെബ്3യിൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ബൈനാൻസിൻ്റെ ആപ്പ് ഉള്ള എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ഫ്രീ ആയിട്ടും അതുപോലെ തന്നെ ഗ്യാസ് ഫീ പേ ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് കാർവിൻ്റെ എയർ ഡ്രോപ്പ് ഏൺ ചെയ്യാൻ പറ്റും. ബൈനാൻസ് വെബ്3യിലാണ് ഈ ഒരു കാർവിൻ്റെ എയർ ഡ്രോപ്പ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് BNB ടോക്കൺസ് ആവശ്യമാണ് ഗ്യാസ് ഫീ ആയിട്ട് പേ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഗ്യാസ് ഫീ കൊടുക്കാൻ ക്യാഷ് ഇല്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല, ഫ്രീ ആയിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഡെയിലി ചെക്കിൻസും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഡെയിലി ചെക്കിൻസ് വെച്ച് കിട്ടുന്ന പോയിന്റ്സ് നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഡെയിലി ചെക്കിന് വേണമെങ്കിൽ ഗ്യാസ് ഫീ പേ ചെയ്യണം, അല്ലാതെ ടാസ്ക് റിവാർഡും കാര്യങ്ങളൊക്കെ ഗ്യാസ് ഫീ ഇല്ലാണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഗ്യാസ് ഫീ ഇല്ല എന്നൊരു കാരണം കൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യാതിരിക്കരുത്. ബൈനാൻസിൽ ഇതുവരെ നിങ്ങൾ അക്കൗണ്ട് എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ബൈനാൻസിൻ്റെ അക്കൗണ്ട് എടുക്കുക. അതിനുള്ള വീഡിയോ താഴെ കൊടുക്കാം. തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കണ്ട് ബൈനാൻസിൻ്റെ അക്കൗണ്ട് എടുക്കുക. ബൈനാൻസിൻ്റെ ആപ്പിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് ബൈനാൻസിൻ്റെ ആപ്പും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബൈനാൻസ് അക്കൗണ്ട് ക്രിയേഷൻ വീഡിയോ കണ്ടതിന് ശേഷം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, KYC കംപ്ലീറ്റ് ചെയ്യുക, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ ഒരു കാർവ് എയർ ഡ്രോപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾ കയറുകയാണെങ്കിൽ ജോയിനിങ് ബോണസ് ആയിട്ട് 5 കാർ ടോക്കണിൻ്റെ പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടും. അതൊരിക്കലും മിസ്സാക്കാതിരിക്കുക. ആ ഒരു ജോയിനിങ് ബോണസ് ആണ്. ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ബൈനാൻസിൻ്റെ ആപ്പിനുള്ളിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാർവിൻ്റെ പേജ് ഓപ്പൺ ആയി വരും. നിങ്ങൾക്ക് ഇനി അഥവാ വേറെ ബ്രൗസറുകളിലോ ക്രോമിലൊക്കെയാണ് ഓപ്പൺ ആവുന്നുണ്ടെങ്കിൽ ഈ ലോഗിൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈനാൻസിൻ്റെ ആപ്പിൽ ഓപ്പൺ ആവും. ബൈനാൻസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. ബൈനാൻസ് ആപ്പിനുള്ളിൽ ഓപ്പൺ ആയി വരുമ്പോൾ ഈ ലോഗിൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ബൈനാൻസ് വെബ്3 വാലറ്റ് ഇവിടെ കണക്ട് ചെയ്യാൻ പറയും. ജസ്റ്റ് സൈൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് വെക്കുക. ഫിംഗർ പ്രിൻറ്റ് എനേബിൾഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ വാലറ്റ് ഇവിടെ കണക്ട് ആവും. അപ്പോൾ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്ന ഡെയിലി ചെക്കിനാണ്. അതുപോലെ തന്നെ പോയിന്റ്സ് എത്ര ഉണ്ടെന്ന് കാണാം, കാർ ടോക്കൺ എത്ര ഉണ്ടെന്ന് കാണാം, USDC എത്ര ഉണ്ടെന്ന് കാണാം. ഇതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം എല്ലാ കാര്യങ്ങളും. അത് തന്നെ നമ്മൾ നോക്കുന്ന ഡെയിലി ചെക്കിനാണ്. നിങ്ങൾ ഡെയിലി ചെക്ക് ഇൻ ചെയ്യുന്നതോടെ നിങ്ങൾക്ക് ഓരോ ദിവസവും ഈ ഒരു പോയിന്റ്സ് കിട്ടിക്കൊണ്ടിരിക്കും. ഈ പോയിന്റിനനുസരിച്ചാണ് നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടുക. ഓക്കെ, ഫുള്ളായിട്ട് നമുക്ക് എയർ ഡ്രോപ്പ് കാർ ടോക്കൺ തരാൻ പോകുന്നത് 1 മില്യൺ ആണ്. 1 മില്യൺ കാർ ടോക്കൺ ആണ് നമുക്ക് എയർ ഡ്രോപ്പിലൂടെ, ഈ ഒരു ബൈനാൻസ് വെബ്3 എയർ ഡ്രോപ്പിലൂടെ കിട്ടുക. അപ്പോൾ 1 മില്യൻ്റെ പീസ് ആക്കി എല്ലാവർക്കും പാർട്ടാക്കിയിട്ടായിരിക്കും കൊടുക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ കാർ ടോക്കൺ കിട്ടും. അതാണ് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ. ഡെയിലി ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഗ്യാസ് ഫീ ആവശ്യമാണ്. BNB ടോക്കൺ ആണ് നമുക്ക് അതിന് ആവശ്യം. അതൊക്കെ എങ്ങനെയെന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് അവസാനം ഗ്യാസ് ഫീയിലേക്ക് പോകാം. ഗ്യാസ് ഫീ ഇല്ലാത്തവർക്കും എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുള്ളതിൽ നോക്കാം. ആദ്യം തന്നെ ഡെയിലി ചെക്കിനാണുള്ള. ജസ്റ്റ് വരിക, ഡെയിലി ചെക്കിൻ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ BNB ഗ്യാസ് ഫീ പേ ചെയ്യാൻ പറയും. ജസ്റ്റ് പേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുകയും അന്നത്തെ പോയിന്റ്സ് ക്രെഡിറ്റ് ആവുകയും ചെയ്യും. അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് പോകുന്നതോറും സ്ട്രീക്ക് കണ്ടിന്യൂ ചെയ്യുന്നതോറും നിങ്ങളുടെ കിട്ടുന്ന പോയിന്റ്സ് ഓരോ ദിവസം കൂടി വരും. അങ്ങനെ നിങ്ങളുടെ പോയിന്റ് ബാലൻസിലേക്ക് അത് ആഡ് ആയിക്കോളും. ഓരോ പോയിന്റ് ബാലൻസ് കൂടുന്നതോറും നിങ്ങൾക്ക് കിട്ടുന്ന കാർ ടോക്കൺ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാൻ പറ്റും പോയിന്റ് ബാലൻസ് കാണാം. അതുപോലെ തന്നെ എസ്റ്റിമേറ്റഡ് EST കാർ ടോക്കൺ ആണുള്ളത്. എസ്റ്റിമേറ്റഡ് കാർ ടോക്കൺ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നിലയ്ക്ക് നമുക്ക് എത്ര കാർ ടോക്കൺ, ഇപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ഡെയിലി ചെക്കിനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് 38 കാർ ടോക്കൺ കിട്ടും. ഓക്കെ, നിങ്ങളും ഇന്നലെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കും കിട്ടും. ഞാൻ ഇന്നലെ തന്നെ ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ടെലഗ്രാം ചാനലുള്ളവർക്ക് ഇപ്പോൾ Day 2 ആയിട്ടുണ്ടാവും. എൻ്റെത് ഇപ്പോൾ Day 2 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ എല്ലാ അപ്ഡേറ്റ്സും കൃത്യമായിട്ട് കറക്റ്റ് ടൈമിന് കിട്ടാൻ വേണ്ടി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. വീഡിയോസും കാര്യങ്ങളൊക്കെ ലേറ്റ് ആയിട്ടായിരിക്കും വരിക. അതുപോലെ തന്നെ ചെക്കിന് 7 ദിവസം ആകുമ്പോൾ റീസെറ്റ് ആവും. നിങ്ങൾ Day 7 വരെ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും Day 1 തുടങ്ങും. അത് നോർമലാണ്. ഓക്കെ, പിന്നീട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻ ബൈനാൻസിൻ്റെ വെബ്3 വാലറ്റ് കണക്ട് ചെയ്യാനുണ്ട്. അതായത് ബൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ട്വിറ്റർ അക്കൗണ്ട്, X അക്കൗണ്ട് കണക്ട് ചെയ്യാനുണ്ട്, ഡിസ്കോഡ് കണക്ട് ചെയ്യാനുണ്ട്, ടെലഗ്രാം കണക്ട് ചെയ്യാനുണ്ട്, സ്റ്റീം കണക്ട് ചെയ്യാനുണ്ട്, ബിറ്റ്കോയിൻ വാലറ്റ് കണക്ട് ചെയ്യാനുണ്ട്, സൊലാന വാലറ്റ് കണക്ട് ചെയ്യാനുണ്ട്, ഇമെയിൽ കണക്ട് ചെയ്യാനുണ്ട്. ഇത്രയും സംഭവം കണക്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു 100-150 പോയിന്റ്സ് ഈസി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ആദ്യത്തെ ഓപ്ഷനായിട്ടുള്ള ബൈനാൻസ് വെബ്3 വാലറ്റ് കണക്ട് ചെയ്യാൻ ഒന്നും ചെയ്യേണ്ടല്ല. നിങ്ങളോട് വന്ന് ഈ ലോഗിൻ ക്ലിക്ക് ചെയ്തല്ലോ, ലോഗിൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ ഒരു വാലറ്റ് കണക്ട് ചെയ്തപ്പോൾ തന്നെ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയി. ജസ്റ്റ് ക്ലെയിം അടിച്ചാൽ അത് ക്ലെയിം ആവും. ട്വിറ്റർ കണക്ട് ചെയ്യാൻ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ഒരു കണക്ട് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഓൾറെഡി എല്ലാം കണക്ട് ചെയ്തു. എന്നാലും ഞാൻ ചെയ്തതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. കണക്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ട്വിറ്റർ അക്കൗണ്ട് ലോഗിൻ ചെയ്യണം. കൃത്യമായിട്ട് പാസ്വേഡും മെയിൽ ID കൊടുത്ത് ട്വിറ്റർ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. അതിനുശേഷം ഓതറൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ട്വിറ്റർ അക്കൗണ്ട് ഇവിടെ ബൈൻഡ് ആവും. ഓക്കെ, ഈ ഒരു ബൈനാൻസിൻ്റെ കാർവ് എയർ ഡ്രോപ്പുമായിട്ട് ബൈൻഡ് ആവും. അപ്പോൾ ട്വിറ്റർ അക്കൗണ്ട് ഇല്ലാത്തവർ പുതിയ ട്വിറ്റർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക, ബൈൻഡ് കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും എറേഴ്സ് വരുന്നുണ്ടെങ്കിൽ ഒരു 4-5 പ്രാവശ്യം ട്രൈ ചെയ്യുക. എന്നിട്ടും എറേഴ്സ് മാറുന്നില്ലെങ്കിൽ ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞ് ട്രൈ ചെയ്യുക. ഓവർലോഡ് ആണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ ഓവർലോഡ് കുറയാൻ വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്യുക. ചില ടൈമിൽ ഓവർലോഡ് ആണെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ആവില്ല. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് ട്രൈ ചെയ്യുക. ഓക്കെ,
നെക്സ്റ്റ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഡിസ്കോഡ് കണക്ട് ചെയ്യാനാണ്. ഡിസ്കോഡിൽ അക്കൗണ്ട് ഇല്ലാത്തവർ പ്ലേ സ്റ്റോറിൽ പോവുക, ഡിസ്കോഡിൻ്റെ ആപ്പ് കയറ്റി ഒരു അക്കൗണ്ട് എടുക്കുക, അത് ഇവിടെ കൊണ്ടുവന്നിട്ട് ലോഗിൻ ചെയ്യുക. ഡിസ്കോഡും ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്തതിന് ശേഷം കണക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഡിസ്കോഡും ബൈൻഡ് ആവും. പിന്നെ ടെലഗ്രാമാണ്, ടെലഗ്രാം അതുപോലെ തന്നെ ബൈൻഡ് ചെയ്യുക. സ്റ്റീമിൽ അക്കൗണ്ട് ഇല്ലാത്തവർ അക്കൗണ്ട് ഇല്ലാത്തവർ സ്റ്റീം എന്ന് ഗൂഗിൾ ക്രോമിലോ ഏതെങ്കിലും ബ്രൗസറിൽ സെർച്ച് ചെയ്യുക, ഒരു അക്കൗണ്ട് എടുക്കുക, ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്ത് അക്കൗണ്ട് കൊടുക്കുക, ആ അക്കൗണ്ടോടെ ലോഗിൻ ചെയ്യുക, കണക്ട് കൊടുക്കുക. അപ്പോൾ 10 പോയിന്റ് അതിനും കിട്ടും. പിന്നീടുള്ള ടാസ്കുകൾ ബിറ്റ്കോയിൻ വാലറ്റും സൊലാന വാലറ്റും ആണ്. ഇതിന് നിങ്ങൾ എക്സ്ട്രാ വാലറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കണക്ട് കൊടുക്കുക അല്ലെങ്കിൽ ബൈൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ക്ലെയിം ചെയ്യാൻ വരും. കാരണം നമ്മുടെ ബൈനാൻസ് വെബ് 3 വാലറ്റ് തന്നെ ബിറ്റ്കോയിൻ വാലറ്റും ആണ്, സൊലാന വാലറ്റും ആണ്. അപ്പോൾ ജസ്റ്റ് സൈൻ എന്ന് പറയുന്ന വട്ടം വരുമ്പോൾ സൈൻ കൊടുത്താൽ മാത്രം മതി. എക്സ്ട്രാ പുതിയ വാലറ്റ് ഒന്നും കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അവസാനത്തെ എന്ന് പറഞ്ഞ ഇമെയിലാണ്. നിങ്ങളുടെ മെയിൽ ID കൊടുക്കുക, ഒരു OTP വരും. ആ ഒരു OTP കൊടുത്തു കഴിഞ്ഞാൽ ആ മെയിലിൻ്റെ ടാസ്കും കഴിയും. ഒരു കമ്മ്യൂണിറ്റി ടാസ്കുകളൊക്കെ ചെയ്യുന്നതിന് മുൻപ് ഈ ബൈൻഡിൻ്റെ എല്ലാ ടാസ്കുകളും തീർക്കുക എന്ന കാര്യം ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ കമ്മ്യൂണിറ്റി ടാസ്കുകളെല്ലാം വർക്ക് ആവണമെങ്കിൽ നമ്മുടെ ബൈൻഡ് അക്കൗണ്ട്സ് എല്ലാം സക്സസ് ആയിരിക്കണം. നിങ്ങളുടെ ടെലഗ്രാം, ട്വിറ്റർ, ഡിസ്കോഡ് എല്ലാം ബൈൻഡ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ടാസ്കുകൾ സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബൈൻഡിങ് ടാസ്കുകൾ ചെയ്തതിന് ശേഷം മാത്രം കമ്മ്യൂണിറ്റി ടാസ്കുകൾ ചെയ്യുക. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ജസ്റ്റ് ഫോളോ കൊടുക്കുക. അപ്പോൾ ട്വിറ്ററിലേക്ക് പോകും. ട്വിറ്റർ ലോഗിൻ ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, ബൈൻഡ് ചെയ്താൽ മാത്രമേ വർക്ക് ആവുള്ളൂ. അപ്പോൾ അത് ചെയ്യുക. അതിനുശേഷം റിഫ്രഷിൻ്റെ ബട്ടൺ ഉണ്ടാവും. റിഫ്രഷ് കൊടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവും. അപ്പോൾ കുറേ എററൊക്കെ വന്നാലും വീണ്ടും ട്രൈ ചെയ്യുക. ഒരു 5-6 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ട്രൈ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ അത് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ബാക്ക് അടിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ ലോഗിൻ എന്ന് പറയുന്ന ബട്ടൺ വരും. അപ്പോൾ എന്ത് ചെയ്യുക, 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റിഫ്രഷ് എന്ന് പറയുന്ന ബട്ടൺ കാണാം. റിഫ്രഷ് ക്ലിക്ക് ചെയ്യുക. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളുടെ വാലറ്റോടെ കണക്ട് ആയ പോലെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് വർക്ക് ആവും. ഓക്കെ, ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഈ ഒരു വാലറ്റ് കണക്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ബൈനാൻസിൻ്റെ ആപ്പ് അപ്ഡേറ്റ് ചെയ്യുക. എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറൻറ്റ്ലി ബൈനാൻസ് ഇന്ത്യയിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ വെബ്സൈറ്റ് വഴിയും അതുപോലെ തന്നെ പ്ലേ സ്റ്റോർ വഴിയും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ബൈനാൻസിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അവിടെ കാണിക്കും അപ്ഡേറ്റ് ചെയ്യാൻ. അപ്പോൾ തീർച്ചയായിട്ടും അവിടുന്ന് അപ്ഡേറ്റ് കൊടുക്കുക. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലേ ആൻഡ് ഏൺ എന്ന് പറയുന്ന ഓപ്ഷനാണുള്ളത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ വീക്കിലിയും ഇവിടെ സ്റ്റാർട്ട് എന്ന് പറയുന്ന ബട്ടൺ വരും. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 50 പോയിന്റ്സ് വെച്ച് വീക്കിലി കിട്ടും. ആഴ്ചയിലാണ്, ഓരോ ആഴ്ചയും ഇത് റീസെറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ആഴ്ചയും 50 പോയിന്റ്സ് വെച്ച് എടുക്കാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. 5 പോയിന്റ് വരെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ജോയിനിങ് ബോണസ് കളയരുത് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളുടെ ലിങ്ക് യൂസ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഫിനിഷ് അറ്റ്ലീസ്റ്റ് 1 ടാസ്ക് ഇൻ ഇൻഫിനിറ്റി പ്ലേ ഓൺ അവർ വെബ് സോൾ പേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റാർട്ട് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏതെങ്കിലും ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്പൺ ദ ലിങ്ക് ഓൺ ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കോപ്പി ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ട്, ഒരു ലിങ്ക് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ കോപ്പി എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലിങ്ക് കോപ്പിയുടെ ഓപ്പൺ ഓൺ ഡെസ്ക്ടോപ്പ് എന്നാണ് പറയുന്നത്. ഡെസ്ക്ടോപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ക്രോം ബ്രൗസറോ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരിക. ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ എന്ന് പറയുന്ന ബട്ടൺ കാണാം. ചിലപ്പോൾ നിങ്ങൾക്ക് ക്രോം ബ്രൗസറിലും വർക്ക് ആവും. ക്രോം ബ്രൗസറിൽ ചിലർക്ക് എറർ വരും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ കിവി ബ്രൗസറിൽ കാണിക്കുന്നത്. കിവി ആകുമ്പോൾ എല്ലാവർക്കും വർക്കിംഗ് ആയിരിക്കും. അതിനുശേഷം ഇവിടെ ലോഗിൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ബൈനാൻസ് വെബ് 3 വാലറ്റ് വെച്ച് കണക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ആവുള്ളൂ. നിങ്ങളുടെ ബൈനാൻസ് വെബ് 3 വാലറ്റാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോഴാണ് നമ്മുടെ ബൈനാൻസ് വെബ് 3യും ഈ ഒരു ബ്രൗസർ പേജുമായിട്ട് കണക്ട് ആവുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബൈനാൻസ് വെബ് 3 വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഈ ഓപ്ഷൻ പലർക്കും വർക്കിംഗ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, വാലറ്റ് കണക്ട് ചെയ്യുക എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, ഒരു ബ്ലൂ കളർ. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള വാലറ്റുകളും എക്സ്ചേഞ്ചസും ഒക്കെ കാണാം. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ബൈനാൻസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ബൈനാൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ വെബ് 3 വാലറ്റിലേക്ക് വരും. ഇവിടെ 5-6 സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ കണക്ട് ടു ദി സൈറ്റ് എന്ന് പറയുന്ന ഒരു പോപ്പപ്പ് വരും. ഒരു 5-6 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് അപ്പോൾ തന്നെ വരില്ല. ഇനി വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, വീണ്ടും ട്രൈ ചെയ്യുക. ബൈനാൻസിൻ്റെ ആപ്പ് ക്ലോസ് ചെയ്ത് ട്രൈ ചെയ്യുക. വീണ്ടും ട്രൈ ചെയ്യുക എന്നൊരു ഓപ്ഷൻ മാത്രമേ നമുക്ക് എന്തൊരു എറർ വന്നാലും ചെയ്യാനുള്ളൂ. ഓക്കെ, അതിനുശേഷം കൺഫേം എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൺഫേം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വാലറ്റുമായിട്ട് ഈ ഒരു സൈറ്റ് ബൈൻഡ് ആയിട്ടുണ്ടാവും. ഇനി ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുക. റിഫ്രഷ് ചെയ്യുമ്പോൾ എറർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം വളരെയധികം ഓവർലോഡ് ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും റിഫ്രഷ് ചെയ്ത് നോക്കുകയാണ്. ഞാനിവിടെ റിഫ്രഷ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ എനിക്ക് എറർ വന്നിട്ടുണ്ട്. എനിക്ക് റിഫ്രഷ് ആവുന്നില്ല. ഒന്നെങ്കിൽ സൈറ്റ് ഓവർലോഡഡ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ബഗ് ആയിരിക്കും. ചിലർക്കെങ്കിലും തോന്നാം ഇത് നമ്മൾ ഫോണിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ ഉള്ളത്, ഡെസ്ക്ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആവുമെന്നുള്ളത്. ഞാൻ ഡെസ്ക്ടോപ്പിലും ഇത് ചെയ്ത് നോക്കി. എനിക്ക് അപ്പോഴും എറർ തന്നെയാണ് വരുന്നത്. ഈ ഒരു ലോഡിങ്ങിൽ സ്റ്റക്ക് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഞാൻ കൃത്യമായിട്ടും ഈ ഒരു ബഗ് അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂ സോൾവ് ആകുമ്പോൾ ടെലഗ്രാം ചാനലിൽ പറയാം ഏത് ടാസ്ക്കാണ് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. കൃത്യമായിട്ടൊരു വീഡിയോയുടെ എന്തെങ്കിലും ചെയ്യാം. ടെലഗ്രാമിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ തീർച്ചയായും ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് വെക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കിവിടെ പറയാനുള്ളത്. പിന്നെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് വന്ന് നോക്കുക. അതെല്ലാം പറഞ്ഞ് ഞാൻ ടൈം കളയുന്നില്ല. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്യാസ് ഫീനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. എങ്ങനെ ഗ്യാസ് ഫീ ഇമ്പോർട്ട് ചെയ്യാം, എങ്ങനെയാണ് ഗ്യാസ് ഫീ കൊടുക്കേണ്ടത്, എന്താണ് ഗ്യാസ് ഫീ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇവർക്ക് ഗ്യാസ് ഫീ പേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ ചെയ്യുന്ന ചെക്കിനും നമുക്ക് ഈ ഓരോ ചെക്കിനും നടത്തുന്ന ബ്ലോക്ക് ചെയിൻ ട്രാൻസാക്ഷൻ ആയിട്ടാണ്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ഫീ ആണ് ഗ്യാസ് ഫീ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അല്ല നമ്മൾ ഇവർക്ക് ക്യാഷ് കൊടുക്കുമെന്നല്ല. ഇപ്പോൾ നമ്മൾ കാറ്റിസണിൽ ചെയ്യുന്നുണ്ട്, റെവോക്സിൽ ചെയ്തിരുന്നു. ആ പരിപാടി തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്യാസ് ഫീ കൊടുക്കാൻ ക്യാഷ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ബൈൻഡ് അക്കൗണ്ടൊക്കെ ചെയ്യുക. ബൈൻഡ് അക്കൗണ്ടൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ പോയിന്റ്സ് വെച്ച് കിട്ടും. ഡെയിലി ചെക്ക് ചെയ്യുമ്പോൾ ഈ 10 പോയിന്റ് വെച്ച് കിട്ടില്ല എന്നേ ഉള്ളൂ. ബാക്കിയുള്ള ടാസ്കുകളുടെ പോയിന്റ് ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. അതിന് ഗ്യാസ് ഫീൻ്റെ ആവശ്യമില്ല. ഓക്കെ,
അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഗ്യാസ് ഫീ ഇടാൻ നോക്കാം. ബൈനാൻസിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുക, ആഡ് ഫണ്ട്സ് എന്ന് പറയുന്ന ബട്ടൺ കാണാം. ഇനി അഥവാ ഇതില്ലെങ്കിൽ വാലറ്റിലേക്ക് വരിക, വാലറ്റ് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ബൈ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, ബൈ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ബൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ PTP ട്രേഡിങ്ങിലേക്കാണ് വരിക. PTP ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് USDC അല്ലെങ്കിൽ USDT മേടിക്കാൻ. എങ്ങനെ PTP വഴി അക്കൗണ്ടിൽ നിന്നും ബാങ്ക് അക്കൗണ്ടിൽ നിന്നും നിങ്ങളുടെ എക്സ്ചേഞ്ചിലേക്ക് ഫണ്ട് ആഡ് ചെയ്യാം എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് ബൈബിറ്റിലാണ്, എങ്കിൽ കൂടി നിങ്ങൾക്ക് സെയിം പ്രോസസ്സ് തന്നെയാണ് ബൈനാൻസിലും ചെയ്യേണ്ടത്. ഒരു വ്യത്യാസമില്ല, ആപ്പ് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ, ചെയ്യുന്ന പരിപാടി എല്ലാം സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. അപ്പോൾ ആ ഒരു ഫുൾ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, അത് കണ്ട് പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യാം. PTP ഞാനത് കാണിക്കുന്നില്ല, ഇതിൽ വെറുതെ വീഡിയോ ലോങ് ആക്കുന്നില്ല, ഓൾറെഡി അതിനെപ്പറ്റി ഡെഡിക്കേറ്റഡ് ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഫുൾ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുക്കാം. ട്രേഡിംഗ് സീരീസിൻ്റെ ലിങ്കാണ് ഇത് കാണിക്കുന്നത്, ബൈബിറ്റിലാണ്. എങ്കിൽ കൂടി സെയിം പ്രോസസ്സ് തന്നെ, അത് നോക്കി അതേപോലെ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ബൈനാൻസിലും ചെയ്യാൻ പറ്റും. ഒരു വ്യത്യാസമില്ല, എല്ലാ സ്റ്റെപ്പും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ PTP ചെയ്തിട്ട് ഒരു $5 മിനിമം $5 നിങ്ങൾ നിങ്ങളുടെ ബൈനാൻസിൻ്റെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്തിനാണ് ഈ $5 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ എക്സ്ചേഞ്ച് അക്കൗണ്ടിൽ നിന്നും Web3 വാലറ്റിലേക്ക് നിങ്ങളുടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ആ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു ലിമിറ്റ് ഉണ്ട്. മിനിമം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ $5 മിനിമം $5 ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ സ്പോട്ട് വാലറ്റിൽ നിന്നും Web3 വാലറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതെന്താണെന്ന് ഞാൻ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ട്രേഡിംഗ് സീരീസിൻ്റെ എല്ലാ വീഡിയോസും കണ്ട് ട്രേഡിംഗ് സീരീസിൻ്റെ ബേസിക് കാര്യങ്ങൾ, എന്തൊക്കെയാണ് ട്രേഡിംഗ്, എങ്ങനെയാണ് എക്സ്ചേഞ്ച് യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ അതിന് മടിച്ചിരിക്കരുത്, നിങ്ങൾ മാത്രം പുറകിലായി പോകും. പഠിച്ച് മുന്നോട്ട് പോകുന്നവർ ഈസി ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പിടികിട്ടില്ലെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ടായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. നിങ്ങൾ 5 USDT എങ്കിലും നിങ്ങളുടെ PTP ചെയ്ത് ഈ വാലറ്റിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം എന്ത് ചെയ്യുക, മാർക്കറ്റ് സെക്ഷനിലേക്ക് പോവുക. അതിനുശേഷം ഇവിടെ സെർച്ച് ബാർ പോയിട്ട് BNB എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, BNB എന്ന് സെർച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് കാണാം, BNB/USDT എന്ന് പറയുന്നത് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ബൈ ക്ലിക്ക് ചെയ്യുക. ബൈ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ PTP ചെയ്ത് കൊണ്ടുവന്ന 5 USDT ഉണ്ടല്ലോ, ആ 5 USDTക്ക് ഇവിടെ BNB ടോക്കൺ മേടിക്കണം. ഓക്കെ, അപ്പോൾ അവിടെ ആ USDT എന്നുള്ളടത്ത് 5 കൊടുക്കുക. 5 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എത്ര BNB ആ ഒരു ക്യാഷിന്, നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് കിട്ടും എന്നുള്ള കാര്യം കാണിക്കും. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ബൈ കൊടുക്കുക. ഞാനിപ്പോൾ ഓൾറെഡി ബൈ ചെയ്ത് എൻ്റെ അക്കൗണ്ടിലുണ്ട്, അതുകൊണ്ട് ഞാൻ വീണ്ടും ചെയ്യുന്നില്ല, എൻ്റെ കയ്യിൽ ബാലൻസ് ഇല്ല. ഓക്കെ, ഞാൻ ഓൾറെഡി എൻ്റെ Web3 വാലറ്റിൽ തന്നെ കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു Web3 വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ $5 മിനിമം വേണ്ടതുകൊണ്ടാണ് നമ്മൾ $5 ചെയ്യുന്നത്. നിങ്ങൾക്ക് ചിലവ് വരിക $1 താഴെ മാത്രമാണ് ഓരോ എയർ ഡ്രോപ്പിന്. ഇപ്പോൾ റവോക്സിന് എനിക്ക് ചിലവായത് ഏകദേശം 80 രൂപ മാത്രമാണ് ഇതുവരെ. ഇപ്പോഴും റവോക്സ് ഞാൻ ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നിട്ട് പോലും എനിക്ക് $1 മാത്രമാണ് ചിലവ് വന്നിരിക്കുന്നത്. അപ്പോൾ $5 BNB മേടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, വീണ്ടും വാലറ്റിലേക്ക് വരിക. അപ്പോൾ നിങ്ങളുടെ BNBയിലെ ബാലൻസിൽ $5 കാണാൻ പറ്റും. ചെയ്യേണ്ട ഈസിയാണ്. എക്സ്ചേഞ്ച് എന്ന് പറയുന്ന സെക്ഷനിലാണ് ഇപ്പോൾ മേലെ ഉണ്ടാവും, അത് മാറ്റി Web3 എന്ന് പറയുന്ന സെക്ഷനിലേക്ക് ഇടുക. Web3 ക്ലിക്ക് ചെയ്താൽ Web3 വാലറ്റ് ഓപ്പൺ ആവും. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ എന്ന് പറയുന്ന ബട്ടൺ കാണാം, ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്യുക. ട്രാൻസ്ഫർ ഓപ്പൺ ആവുമ്പോൾ കാണാൻ പറ്റും ഫ്രം ബൈനാൻസ് സ്പോട്ട് ആൻഡ് ഫണ്ടിങ് വാലറ്റ് ടു വാലറ്റ് 1 എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് കാണുക. അതായത് ബൈനാൻസ് സ്പോട്ടിലാണ് നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്ത BNB കിടക്കുന്നത്, നമ്മൾ Web3 വാലറ്റിലേക്ക് മാറ്റണം. അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാവും. ഇതുപോലെ അല്ലെങ്കിൽ ജസ്റ്റ് മാറ്റി ഇതുപോലെ ഇടുക. അതിനുശേഷം കോയിൻ സെലക്ട് ചെയ്യേണ്ട കൊടുത്ത് വേറെ ഏതെങ്കിലും കോയിൻ ആണെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം BNB സെലക്ട് ആക്കുക. ഓക്കെ, BNB. അതിനുശേഷം നെറ്റ്വർക്കിൽ BNB ചെയിൻ BEP20 ആയിരിക്കും ഡിഫോൾട്ടായിട്ട് ഉണ്ടാവുക, അത് മാറ്റണം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം OP-BNB എന്ന് പറയുന്ന നെറ്റ്വർക്ക് ആക്കുക. നെറ്റ്വർക്ക് OP-BNB കൊടുത്തതിന് ശേഷം ട്രാൻസ്ഫർ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എമൗണ്ട് എത്രയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം മിനിമം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് 0.005 BNB ആണ്. അപ്പോൾ അങ്ങനെ മിനിമം ട്രാൻസ്ഫർ റേറ്റ് ഉള്ളതുകൊണ്ടാണ് $5 BNB മേടിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ $5 ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ മാക്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള മാക്സിമം BNB ഇവിടെ സെലക്ട് ആവും. അതിനുശേഷം വിഡ്രോ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ചെയ്യുന്നില്ല, കാരണം എൻ്റെ കയ്യിൽ ബാലൻസ് ഇല്ല, ഞാൻ ഓൾറെഡി എൻ്റെ Web3ലേക്ക് മാറ്റിയിട്ടുണ്ട്. വിഡ്രോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് മാറുന്നതാണ്. അപ്പോൾ ബാക്കി എന്തെങ്കിലും സ്റ്റെപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോൻ്റെ ക്ലിപ്പ് കൂടെ കാണിക്കാം, അത് നോക്കി ചെയ്യാം. ഓക്കെ, റവോക്സിൽ ഞാൻ എങ്ങനെ ചെയ്തെന്നുള്ളതിൻ്റെ ക്ലിപ്പ് കാണിക്കാം, അപ്പോൾ അത് നോക്കി ചെയ്യുക. സെയിം പ്രോസസ്സ് തന്നെയാണ്. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വാലറ്റിൽ ബാലൻസ് ആയിട്ട് വന്നിട്ടുണ്ടാവും നിങ്ങളുടെ BNB. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് ഫീ ഇമ്പോർട്ട് ചെയ്യുന്ന സ്റ്റെപ്പും കഴിഞ്ഞു. എന്ത് ചെയ്യുക, ഡെയിലി നിങ്ങൾ ബൈനാൻസിൻ്റെ ആപ്പിൽ കയറുക. നിങ്ങൾക്ക് ഒരു ബാനർ കാണാൻ പറ്റും, 1 മില്യൺ കാർ ടോക്കൺ എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന ബാനർ ഇവിടെ അങ്ങനെ പോകുന്ന കാണാം. ഈ ഒരു ബാനർ ക്ലിക്ക് ചെയ്യുക ഡെയിലി വന്നിട്ട്. ഓക്കെ, ഡെയിലി വന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കാർവിൻ്റെ പേജ് ഓപ്പൺ ആവും. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി വരുമ്പോൾ ഡെയിലി ചെക്കിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ബട്ടൺ ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്യുക, അഥവാ ലോഗിൻ ആവുന്നില്ലെങ്കിൽ ബൈനാൻസിൻ്റെ ആപ്പ് അപ്ഡേറ്റ് ചെയ്യുക. എന്തായാലും ഗ്യാസ് ഫീ ചെയ്യാൻ പറ്റുന്നവർ മാക്സിമം ഈ ഒരു ഗ്യാസ് ഫീ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഏണിങ്സ് തരിക. ഓക്കെ, എയർ ഡ്രോപ്പ് കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു മാസമൊക്കെ ഡിലേ ഉണ്ടാവും നിങ്ങൾക്ക് ബൈനാൻസിലോ വേറെ എക്സ്ചേഞ്ചിലൊക്കെ ലിസ്റ്റ് ആവാൻ. അപ്പോൾ തിരക്കാക്കരുത്, ക്ഷമയുള്ളവർ മാത്രം ചെയ്യുക. അല്ലാതെ ഗ്യാസ് ഫീ ഇട്ടിട്ട് നിങ്ങൾക്ക് അടുത്ത മാസം തിരിച്ചെടുക്കാം എന്നൊരു കണക്കൂട്ടൽ ഇടരുത്. എപ്പോഴാണെന്നുള്ള ഡേറ്റ് നമുക്ക് കൺഫേം അല്ല, അതുകൊണ്ട് തന്നെ ടൈം എടുത്തേക്കാം ചിലപ്പോൾ. അപ്പോൾ ക്ഷമയുള്ളവർക്ക് മാത്രമാണ് എയർ ഡ്രോപ്പ് എന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഈ ഒരു വീഡിയോയിലും പറയുകയാണ്. ഒരിക്കലും ഇത് മിസ് ചെയ്യരുത്. മിസ് ചെയ്താൽ വലിയൊരു മിസ്സായി പോകും. അതുകൊണ്ട് തന്നെ ഇത് മിസ്സാക്കാതിരിക്കുക. എനിക്ക് ഫ്രീ ആയിട്ടുള്ള എയർ ഡ്രോപ്പ് മാത്രം മതി എന്ന് വിചാരിച്ചിരിക്കരുത്. ഇനി ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യണം നിർബന്ധമാണ്. ഒരു ക്യാഷ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഫ്രീ ആയിട്ട് ചെയ്യുക. എല്ലാ ടാസ്കുകളും ഞാൻ പറഞ്ഞ പോലെ ബൈൻഡ് ചെയ്യുന്ന ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. അല്ലാതെ എനിക്ക് ടെലഗ്രാം ബോട്ട് മാത്രം മതി എന്ന് പറഞ്ഞിരിക്കരുത്. അത് വലിയൊരു തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലുള്ള വേറെ വേറെ പ്ലാറ്റ്ഫോമിലുള്ള എയർ ഡ്രോപ്പുകൾ മസ്റ്റായിട്ട് ചെയ്യണം. പ്രത്യേകിച്ച് ബൈനാൻസിൻ്റെ എയർ ഡ്രോപ്പുകൾ. ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഏണിങ്സ് തരിക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടാനായി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ക്ഷമ വേണമെന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ സൂൺ, ബൈ.